എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പെണ്ണേ നിന്റെ തലയിലെ ഒരു മുടി പോലും ഔറത്താ, അന്യ പുരുഷനെ കാണിക്കല്ലേ. പെണ്ണേ നിന്റെ ശബ്ദം പോലും ഔറത്താ. അതുകൊണ്ടാണ് അന്യപുരുഷനോടൊരു പെണ്ണ് സലാം പറയരുത്, അന്യപുരുഷനോട് ഒരു പെണ്ണ് സലാം പറയരുത്. കാരണം പെണ്ണിന്റെ ശബ്ദം ഔറത്താ. തലയിലെ ഒരു മുടി പോലും നീ വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കരുത്. കാരണം അങ്ങനെ നടന്ന നാളെ പടച്ചറപ്പിന്റെ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ മാറിടം തുറന്നു കാണിച്ച പെണ്ണല്ല, ശരീരത്തിന്റെ ഭാഗങ്ങൾ തുറന്നു കാണിച്ച് നടന്ന പെണ്ണിന് കൊടുക്കുന്ന ശിക്ഷയല്ല. തന്റെ തലയിലെ ഒരു രോമം വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നരകത്തിന്റെ ഒരു തൊപ്പി അവളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാ. തലച്ചോറ് ഉരുകി ഒലിക്കുകയാ. വ്യഭിചരിച്ചതിന്റെ ശിക്ഷയല്ല, കള്ളുകുടിച്ചതിന്റെ ശിക്ഷയല്ല, കറങ്ങി നടന്നതിന്റെ ശിക്ഷയല്ല, ശരീരം പ്രദർശിപ്പിച്ചതിന്റെ ശിക്ഷയല്ല. ഒരു മുടി തന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, അത് വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്നതിന് പടച്ചറപ്പ് കൊടുത്ത ശിക്ഷയാ. പെണ്ണേ, മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, നരകത്തിലധികം പെണ്ണുങ്ങളാണ് സഹാബാ. നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഒന്ന് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് കഴിയുമോ, ഒന്ന് നന്നാകാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? പടച്ചവനെ, വിവാഹത്തിന്റെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന, കല്യാണ വീടുകൾ നടക്കുന്ന രംഗമൊക്കെ കാണു ചെറുപ്പക്കാരാ. പടച്ചവനെ, സങ്കടം തോന്നുകയാണ്. എന്ത് തോന്നിവാസങ്ങളാണ് നടക്കുന്നത്, എന്താർപ്പാടങ്ങളാണ് നടക്കുന്നത്, എന്തരാചാരങ്ങളാണ് നടക്കുന്നത്. ഈ മുസ്ലിം സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാ. പള്ളിയിലെ ഖതീബ് വഅദ് പറഞ്ഞിട്ട് കാര്യമില്ല, ആരൊക്കെ എന്തുപദേശിച്ചിട്ടും കാര്യമില്ല, വീട്ടിലെ കാരണവന്മാര് പറഞ്ഞു കൊടുത്തിട്ടും നന്നാകുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്റെ മുന്നിൽ സത്യം ഇതാണെന്ന് ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറഞ്ഞു തന്നിട്ടും നീ ഒരു വില കൊടുക്കാതെ വന്നപ്പോ അല്ലാഹ് നിന്നെ കൈവിട്ടു. മോനെ, ഇനി കേറൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹ് കാക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇനി ഒരു നന്മ അങ്ങോട്ട് കേറൂല. അതുകൊണ്ടാണ് നന്നാകാത്ത. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നാകാത്തത്. അല്ലാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾ കാണിച്ചു നോക്കി. എന്തൊക്കെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. പടച്ചവനെ, ആണും പെണ്ണും ചെയ്തുകൊണ്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ സങ്കടം തോന്നുകയാണ്. എന്റെ ഈ ഉമ്മത്ത് ഇങ്ങനായിപ്പോയി. ഇതേടാ, വേറെ ആരെങ്കിലും കാണിക്കാറുണ്ടോ ഇതുപോലെ? നമ്മളെ പോലെ ഇത്രയും അഹങ്കാരവും പണത്തിന്റെ കൊഴുപ്പ് കാണിക്കണ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്കങ്ങനെ ഉസ്താദ് പറഞ്ഞാലും അല്ല പറഞ്ഞാലും മുത്തുനബി പറഞ്ഞാലും നമുക്കൊരു ചുക്കുമില്ല. നമ്മളിങ്ങനെ തന്നെ. ആരൊക്കെ പറഞ്ഞാലും യാതൊരു മാറ്റവും നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാ സൂക്ഷിച്ചോ, അല്ല നിന്നെ കൈവിട്ടേക്കും. അല്ല കൈവിട്ട നീ പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു 3. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് 3-ാമതായി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, നീ ഇങ്ങനെ സുഖിച്ച് ആസ്വദിച്ച് നടന്നോടാ. നിനക്ക് തോന്നുന്നത് പോലെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ പൂച്ചക്കാടും ഈ പരിസരങ്ങൾ മുഴുവനും നിനക്ക് നടക്കാം. ഈ പള്ളിക്കരയിലും കല്ലിങ്കാലും പൂച്ചക്കാടൊക്കെ നിനക്ക് ഇങ്ങനെ സുഖിച്ച് നടക്കാം. വേണമെങ്കിൽ തലമറയ്ക്ക്, വേണമെങ്കിൽ ശരീരം മറയ്ക്ക്, വേണമെങ്കിൽ മുടിവെട്ട്, എങ്ങനെ വേണമെങ്കിലും നിനക്ക് നടക്കാം. അല്ലാഹു പറയുകയാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അല്ലാഹു പറയുകയാണ്. അതാ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ.
അല്ലാഹു പറയുകയാണ്, നിനക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു തരികയാ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്ന ആണിനോടും പെണ്ണിനോടും അല്ല പറയുകയാ, ഞാൻ നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട് കഠിനമായിട്ടുള്ള ശിക്ഷ നിനക്ക് തരുമെന്ന് പടച്ചവനാ പറയുന്നത്. അല്ല പറയുകയാ, നിനക്ക് ഞാൻ തരുമടാ, എന്റെ ശിക്ഷ എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാ എന്ന് പടച്ചറപ്പ് പോലും നമ്മളോട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ പടച്ചവനെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ മതിമറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എവിടൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും മോനെ പടച്ചറപ്പ് പറയുകയാ, നിങ്ങൾക്ക് ഖുർആനിന്റെ മഹത്വം അറിയുമോ? നിങ്ങൾ എത്രയൊക്കെ ജീവിച്ചാലും എന്തൊക്കെ ചെയ്താലും ഖുർആനിന്റെ മഹത്വം അറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്ത് കടന്നു പോവുകയാണ്. യുദ്ധക്കളത്തിലേക്ക് സ്വഹാബത്ത് പോകുമ്പോ ഒരു നാട്ടിലങ്ങ് തമ്പ് ചെയ്യുകയാ, ഒരു നാട്ടിൽ സ്റ്റേ ചെയ്യുകയാണ്. പടച്ചവനെ, സ്വഹാബികൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ജൂത സ്ത്രീ ഇങ്ങനെ നടന്നു പോവുകയാണ്. കാണാനടകുള്ള സുന്ദരിയായ ഒരു ജൂത പെണ്ണിനെ കാണുകയാ. വല്ലാത്ത ഗ്ലാമറാ, കണ്ടാൽ ആർക്കും കൊതി തോന്നുന്ന പെണ്ണാ. ആ പെണ്ണിനെ കണ്ടപ്പോ സ്വഹാബികളിൽ ഒരു ചെറുപ്പക്കാരൻ അവളോട് സ്നേഹം തോന്നുകയാണ്. ആ പെണ്ണിനോട് വല്ലാത്ത സ്നേഹം തോന്നുകയാ. പടച്ചവനെ, അവസാനം ആ പെണ്ണിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, എന്റെ കൂടെ നിനക്ക് കൂടാൻ പറ്റുമോ? ആ സമയത്ത് ആ സ്വഹാബിയോട് ആ ജൂതപ്പെണ്ണ് പറയുന്നു, എന്റെ കൂടെ നിനക്ക് ജീവിക്കണമെങ്കിൽ എന്റെ മതത്തിലേക്ക് നീ കടന്നു വരണം. നിന്റെ മുസ്ലിം മതം ഇസ്ലാം മതം കളഞ്ഞിട്ട് നീ എന്റെ മതം സ്വീകരിച്ചാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം. ആരൊക്കെ പറഞ്ഞിട്ടും ആ സ്വഹാബി കേൾക്കുന്നില്ല. ആരൊക്കെ പറഞ്ഞിട്ടും ആ സ്വഹാബി കേൾക്കാൻ തയ്യാറായില്ല. അവസാനം പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറി, പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറി. പടച്ചവനെ, പെണ്ണിന്റെ കൂടെ ആസ്വദിച്ച് ജീവിക്കുകയാ. യുദ്ധം പരാജയപ്പെട്ടു. സ്വഹാബികൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഒരുപാട് നാള് കഴിഞ്ഞപ്പോ അതാ ഗ്രാമത്തിലൂടെ സ്വഹാബികളെ നടന്നു പോകുമ്പോ അന്ന് യുദ്ധത്തിന് വന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാമെന്ന ഒരു സ്വഹാബി പറയുകയാ, ഞങ്ങളുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മതം മാറി വിവാഹം കഴിച്ചിട്ടുണ്ട്, അവനെ ഒന്ന് കാണണമല്ലോ. ഓർമ്മ വരികയാണ്, അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം അവിടെ നിന്ന് കണ്ടെത്തുകയാ. അവസാനം അവിടെ നിന്ന് കണ്ടെത്തി. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. അവസാനം ചോദിക്കുകയാ, നിങ്ങൾ ഹാഫിളായിരുന്നല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചിരുന്ന ആളായിരുന്നല്ലോ. നിങ്ങൾക്ക് ഖുർആനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഏതെങ്കിലും സൂറത്ത് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും അധ്യായം ഓർമ്മയുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സർവ്വ ആയത്തുകളും ഞാൻ മറന്നുപോയി, സർവ്വ സൂറത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരേ ഒരായത്ത് മാത്രമേ എന്റെ ഹൃദയത്തിൽ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച സ്വഹാബി പറയുകയാ, ജൂതമതത്തിലേക്ക് കടന്നു ചെന്ന് ആ പെണ്ണിനെ വിവാഹം കഴിച്ച് അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സ്വഹാബിയോടാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? മനുഷ്യൻ പറയുകയാ, എല്ലാം മറന്നോ, എല്ലാ ആയത്തുകളും മറന്നോ. ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്. പടച്ചവനെ, ഏതായത്തെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എല്ലാ ഞാൻ
ഞാൻ മറന്നുപോയി. പരിശുദ്ധമായ ഖുർആനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി. എനിക്കൊന്നേ ഓർമ്മയുള്ളൂ, ഒരേ ഒരായത്തെ ഓർമ്മയുള്ളൂ. അത് ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും എന്ത് ചെയ്താലും എങ്ങനെ നടന്നാലും അവസാനം നീ എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരുമടാ. അല്ലാഹു പറയുകയാ, നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും, നീ എന്തൊക്കെ പ്രവർത്തിച്ചാലും, ആരൊക്കെ നിന്റെ കൂടെയുണ്ടെങ്കിലും അവസാനം നീ എന്റെ അടുക്കൽ തന്നെ തിരിച്ചു വരുമടാ. ഇത് പടച്ച റബ്ബിന്റെ ഓർമ്മപ്പെടുത്തലാ. ഇത് ഭീഷണിയാടാ, ഇത് ഭീഷണിയാടാ. വാപ്പാ, നീ ദുനിയാവിൽ കിടന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അവസാനം എവിടെ പോകണമെന്നറിയോ? ഈ ലോകത്തിന്റെ അധിപന്റെ മുന്നിൽ നീ തിരിച്ചു പോകേണ്ടവരാ. ആ ഓർമ്മയാണ് നിനക്ക് വേണ്ടത്, ആ ഓർമ്മയാണ് നിനക്ക് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ വരുമ്പോ അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഭയാനകമായ നരകമുണ്ടല്ലോ. സഹിക്കാൻ കഴിയാത്ത ശിക്ഷ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവേ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് പറയുന്ന മലക്ക് പടച്ചവനെ മരിക്കുന്ന കാലം വരെ ചിരിക്കൂല. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ നരകം കണ്ടത് കൊണ്ടാ. അതുകൊണ്ട് മറക്കുന്നവർക്ക് നടക്കാം, ആസ്വദിച്ച് നടക്കുന്നവർക്ക് നടക്കാം, തലമറയ്ക്കാത്തവർക്ക് മറക്കാതെ നടക്കാം. എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം, ഒന്നും പറയാൻ പാടില്ലല്ലോ. പടച്ചവനെ, അതൊക്കെ നിനക്കിന്ന് ഇന്ത്യ രാജ്യം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാ. എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ നീ ഓർത്തു വെച്ചോ, ഒരു ദിവസം അല്ലാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങേണ്ടവനാ. അസ്റായിൽ വരുമല്ലോ, കൊണ്ടുപോകുമല്ലോ, കബറിൽ കുഴിച്ചിടുമല്ലോ. എഴുന്നേറ്റ് ചെമ്പിന്റെ തറയിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ. ഈ ഓർമ്മ നിനക്ക് വേണം സഹോദരാ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവഗണിക്കുന്നവരോട് അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നാലാമതായിട്ടല്ല പറയുകയാ, അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്. ഖുർആൻ കേട്ടിട്ട്, ഖുർആൻ പഠിച്ചിട്ട്, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെ നിസാരമായി കാണുന്ന മനുഷ്യ, അല്ലാഹു പറയുകയാ, ഫമാലഹും അനി തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അല്ലാഹു നിന്നെ കഴുതയോടാണ് ഉപമിച്ചത്. കഴുത എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആത്ത മനുഷ്യ, നീ കഴുതയാടാ, നീ കഴുതയാടാ. പെങ്ങളെ, നീ കഴുതയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് ഉപമിക്കുകയാ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹു നിന്നെ കഴുതയോട് അവിടുന്ന് ഉപമിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്ന അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ മുൻഗാമികളിൽ സംഭവിച്ച, നിന്റെ മുൻഗാമികൾക്ക് വന്ന് സംഭവിച്ച, അല്ലാഹുവേ, അതുപോലെ സമാനമായ ശിക്ഷകൾ നിന്നെ തേടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കൊറോണ വരാനുള്ള കാരണം എന്താ? പടച്ചവനെ,
മരുന്നുകളില്ലാത്ത ഒരു രോഗം എവിടെ നിന്ന് വന്നെന്നറിയുമോ? ഇത് വരാനുള്ള കാരണമെന്താ? നമ്മൾ അല്ലാഹനെ മറന്നത് കൊണ്ടോ, അല്ലാഹനെ ധിക്കരിച്ചത് കൊണ്ടോ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമാക്കി കണ്ടത് കൊണ്ടോ? പടച്ച റബ്ബ് നിനക്ക് ഈ ശിക്ഷ തന്നത്. അല്ലാഹു വെള്ളപ്പൊക്കം തന്നു, ആദ്യം സുനാമി തന്നു, പിന്നെ വെള്ളപ്പൊക്കം തന്നു, പിന്നെ ഭൂമി കുലുക്കം തന്നു, പിന്നെ ഉരുൾപൊട്ടലായി, പിന്നെ പടച്ചവനെ ഓരോ പരീക്ഷണങ്ങൾ കടന്നു വന്നു, കൊടുങ്കാറ്റുകൾ കടന്നു വന്നു, നിപാ വൈറസ് വന്നു. പടച്ചവനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി പടച്ച റബ്ബ് ഇങ്ങനെ പരീക്ഷണങ്ങൾ തരികയാ. കൊറോണയുടെ ഒരു വിഭാഗം കഴിഞ്ഞു, രണ്ടാമത്തെ വിഭാഗം കഴിഞ്ഞു. പടച്ചവനെ ഇനിയും വരികയാണ് മൂന്നാമത്തെ വിഭാഗം. ലോകം മുഴുവനും ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുമ്പോ എന്തേ ഇതിന്റെ കാരണമെന്തെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ. നീ അല്ലാഹനെ മറന്നടാ, നീ അല്ലാഹന്റെ ഖുർആനിനെ മറന്നടാ. അല്ലാഹുവിന്റെ കൽപ്പന നിനക്ക് നിസാരമായി പോയി. നിനക്ക് അഹങ്കാരമല്ലോ, നിനക്ക് ധിക്കാരമല്ലോ, അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിക്കണമല്ലോ, നിനക്ക് ആഡംബര ജീവിതം നയിക്കണമല്ലോ, നിനക്ക് സുഖിക്കണമല്ലോ. പടച്ച റബ്ബ് തന്ന ജീവിതം ചെറുതാണ്. അതുകൊണ്ട് പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഈ ജീവിതം ആസ്വദിക്കണമെന്ന് പറയുന്ന മനുഷ്യ, അല്ലാഹു നിന്നെ ആസ്വദിപ്പിക്കുമടാ. അല്ലാഹു നിന്നെ പിടിക്കുകയാ, അല്ലാഹു നിന്നെ പിടിക്കുകയാ. ഈ ശിക്ഷയുടെ കാരണം നമ്മൾ തന്നെയാണ്. ഈ പടച്ച റബ്ബിന്റെ പരീക്ഷണം വരാൻ കാരണം നമ്മുടെ സ്വഭാവം തലതിരിഞ്ഞു പോയത് കൊണ്ടാ, നമ്മൾ നന്നാകാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമായി കാണരുത്. അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമായി കാണരുത്. പടച്ചവനെ വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ പറയും ഉസ്താദേ, ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. നിനക്ക് കാണാൻ കാഴ്ചയുണ്ടല്ലോ, ഖുർആൻ കാണാൻ പറ്റുമല്ലോ, ഖുർആൻ എടുക്കാൻ പറ്റുമല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, 5 കാര്യങ്ങളിലേക്ക് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ഇബ്രാഹിം നബിയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവര് പണിത കഅബാലയമുണ്ടല്ലോ. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച കഅബയുണ്ടല്ലോ. ആ കഅബാലയത്തിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നോക്കിയിരുന്നാൽ അവൻ ഇബാദത്തിന്റെ കൂലിയാ, അവൻ ഇബാദത്തിന്റെ കൂലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, പടച്ചവനെ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ മാതാവുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നു പ്രസവിച്ച പെറ്റ ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മയുടെ മുഖത്ത് നോക്കൂ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കൂ. ഉമ്മാടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാ. മൂന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ആ വിശുദ്ധമായ ഖുർആനിനെ ഓതാനറിയില്ലെങ്കിലും നോക്കാൻ അല്ലാഹു കാഴ്ച തന്നിട്ടുണ്ടല്ലോ. നോക്കൂ വാപ്പാ, നോക്കിക്കൊണ്ടിരിക്കു പെങ്ങള്, നിനക്ക് അല്ലാഹു ഇബാദത്തിന്റെ കൂലി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതാൻ മടിയാണ്. നമ്മളിൽ പലരും ഖുർആൻ ഓതുന്നവരാണ്, പക്ഷേ കാണാതെ ഓതുന്നവരാ കൂടുതൽ പേരും. മൊബൈൽ നോക്കിയിട്ട് ഓതുന്നവരാണ് അധികം പേരും. എങ്കിലും പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ കാണാതെ ഓതല്ലേ.
നിങ്ങൾ കണ്ടോതണേ. അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ എടുത്തിട്ട് നിനക്ക് യാസീൻ ഓതാൻ അറിയുന്നവനാ എങ്കിലും ഓതുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് കണ്ടുകൊണ്ടോതുവാപ്പാ. ഖുർആൻ എല്ലാവർക്കും ഓതാൻ അറിയാൻ ചില സൂറത്തുകൾ, എന്നാലും നമ്മൾ മൊബൈൽ നോക്കിയിട്ട് ഓതും, നമ്മൾ കാണാതെ ഓതും. എങ്കിൽ ഖുർആൻ കണ്ടുകൊണ്ട് ഓതണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആൻ കണ്ടുകൊണ്ട് വേണം ഓതാൻ. കാരണം ഖുർആൻ കണ്ടുകൊണ്ട് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ഇബ്ലീസിന് ഇതിനേക്കാളും വേദനയുള്ള ഒരു കാര്യമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഖുർആൻ കണ്ടോതുക, കയ്യിൽ എടുത്തു വെച്ചിട്ട് യാസീൻ ഓതുമ്പോ ഇബ്ലീസിന് ഇതിനേക്കാളും വേദനയുള്ള ഒരു കാര്യമില്ല. അത്രയ്ക്കും സങ്കടമാണ് ഇബ്ലീസിന് ഒരാൾ ഖുർആൻ ഓതുന്നത്. അതുകൊണ്ട് സഹോദര, ഖുർആനിൽ നോക്ക് ഇബാദത്തിന്റെ കൂലി, ഖുർആനിൽ നോക്ക് കണ്ണിന്റെ അസുഖം മാറും, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. ഖുർആനിൽ നോക്കി ഓത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു നിന്നെ കഴുതയോട് ഉപമിച്ച് കളഞ്ഞു. ഖുർആൻ പറയുന്നത് അനുസരിക്കാത്ത മനുഷ്യനെ അള്ളാഹു കഴുതയോടാണ് ഉപമിച്ചത്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മുൻ സമുദായങ്ങളിൽ വന്നതുപോലെയുള്ള വിപത്ത് അദാബുകൾ നിന്നെ തേടി വരും. നിന്റെ മുൻഗാമികൾക്ക് വന്നതുപോലെയുള്ള അതിനോട് യോജിച്ചു വരുന്ന അദാബുകൾ നിന്നെ തേടി വരും. എന്തു ചെയ്യുമ്പോ? ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നീ നിസ്സാരമാക്കുമ്പോ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരെണ്ണം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിനക്ക് ഇടുക്കമുള്ള ജീവിതം തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. ദുനിയാവിലും അള്ളാഹ് നിന്നെ ഇടുക്കും. സമാധാനമില്ല, സന്തോഷമില്ല, ഞെരുക്കമുള്ള ജീവിതം. നിനക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ല. നിനക്ക് അള്ളാഹു എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഈ ദുനിയാവിലും അള്ളാഹ് നിന്നെ വെറുതെ വിടത്തില്ല, ആഖിറത്തിലും നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹ് നിന്നെ വേദനിപ്പിക്കും, അള്ളാഹു നിന്നെ ഇടുക്കും, നിന്നെ പ്രയാസപ്പെടുത്തും, നിന്റെ സമാധാനം കളയും, നിന്റെ സന്തോഷം കളയും. എന്തുകൊണ്ട്? അള്ളാഹുടെ കലാമിനെ ധിക്കരിച്ചതുകൊണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ വീടിനകത്ത് സമാധാനമുണ്ടോ? എല്ലാവരും ചോദിക്കുന്നത്, ഉസ്താദെ വീട്ടിൽ സമാധാനമില്ല. വലിയ കൊട്ടാരം പണിത് വെച്ചിട്ടും വീടിനകത്ത് സമാധാനമില്ല. കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? സൗദി അറേബ്യ പോയിട്ട് വന്നപ്പോൾ ഒരു 10 ഖുർആൻ കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കതാതെ എന്തുവാടാ വഴുത് കേൾക്കാൻ വന്നവർക്കാണോ? നിന്റെ വകയാണോ ചായ? പറയണ ഉസ്താദിനൊന്നുമില്ലേ? കുടിച്ചോ. നിന്ന് കുടിക്കല്ലേ, ഇരുന്ന് കുടിക്ക. നിന്ന് കുടിക്കരുത്. നിന്ന് കുടിക്കുന്നവന് മരുന്നുകളില്ലാത്ത രോഗം അല്ലാഹു തരും. കൊറോണയ്ക്ക് മരുന്നുണ്ടോ? ഉണ്ടോ? വാക്സിൻ അടിച്ചാൽ രക്ഷപ്പെടുവോ? ആര് പറഞ്ഞു? അത് അടിച്ചിട്ടാ പലരും മൂലയെ കിടക്കണത്. ഭാവിയിൽ അറിയാം. വാക്സിൻ അടിച്ചതിന്റെ ഒക്കെ ഫലവിന് ഭാവിയിൽ അറിയാം. മൂന്നാമത്തെ രോഗം വരുന്നു. ഇപ്പൊ പറയുക 45% സാധ്യതയുള്ളെന്ന്. നാലിച്ചുയ്ക്ക്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വരണമെങ്കിൽ വരും, മരിക്കണമെങ്കിൽ മരിക്കും, കൊണ്ട് കുഴിച്ചിടും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നിന്നെ വെറുതെ വിടത്തില്ലടാ. ഈ കല്ലിങ്കാലിലെ ഏറ്റവും വലിയ സമ്പന്നനാണെങ്കിലും വീടിനകത്ത് കിടന്ന നീ ഉറങ്ങൂല. ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ നിനക്ക് സമാധാനം അള്ളാഹ് തരൂല. ചിരിച്ചു കളിച്ചുകൊണ്ട് നിന്റെ മക്കള് വീടിന്റെ മുന്നിൽ ഓടി നടന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തന്നാലും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കണ്ണിന് കുളിർമ അള്ളാഹു തരൂല. അള്ളാഹ് നിന്നെ ഇടുക്കും. നീ അള്ളാനെ മറന്നവനാ. അള്ളാന്റെ ഖുർആനിനെ നീ നിസ്സാരമാക്കി കണ്ടവനാ. നിന്നെ അള്ളാഹ് വെറുതെ അങ്ങ് സുഖിക്കാൻ വിടുവോ? ഇല്ല. അള്ളാഹ് നിന്നെ ഇവിടെ ഇട്ട് വരിച്ചു മുറുക്കും. ഈ ദുനിയാവിലിട്ട് അള്ളാഹു നിന്നെ വരിച്ചു മുറുക്കും. നാളെ പരലോകത്ത് നിന്റെ അവസ്ഥ അങ്ങനെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? സൗദിയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു 5 ഖുർആൻ കൊണ്ട് വന്നിട്ടുണ്ട്.
വീട്ടിൽ ചെല്ലുമ്പോൾ അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ചോദിച്ചാൽ പറയും ഇത് ഹജ്ജിന് പോയിട്ട് വന്നപ്പോൾ, ഇത് ഉംറയ്ക്ക് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാ. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്നിട്ട് വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. തുറന്നിട്ട് എത്ര നാളായി? ആ ഖുർആൻ തുറന്നു നോക്കിയ ഒരു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എടാ, നിന്റെ വീടിനകത്തിരുന്നിട്ട് ആ ഖുർആൻ തന്നെ പ്രാവുക. ആ ഖുർആൻ തന്നെ നിന്റെ വീടിനകത്തിരുന്നിട്ട് നിന്നെ ശപിക്കുകയാ. അല്ലാ, ഒന്ന് തുറന്നു പോലും നോക്കണില്ല. അല്ല, ചെലന്തി വല അടിച്ചു പടച്ചവനെ തുടക്കണില്ല. അല്ല, ചെലന്തി വല എന്നല്ലേ പറയാ, അതിന് വേറെന്താ പറയത്തില്ലേ ഇപ്പൊ ഇവിടെ? സുബ്ഹാനല്ലാഹ്, ഞാൻ പറയണില്ല. എന്താ വല? അത് ഏതൊരു തമിഴ് സിനിമയല്ലേ, അണ്ണാമല. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി. ഒരു വീട്ടിൽ പോയപ്പോ എന്തോ വലിയ പ്രയാസത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു ഓതാൻ. അള്ളാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതാൻ പറഞ്ഞു കൊടുത്തപ്പോ, ഉസ്താദെ എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാ ഖുർആൻ ഇങ്ങ് എടുത്തോണ്ട് വാ, ഖുർആൻ ഇങ്ങ് എടുത്തോണ്ട് വാ, ഞാൻ കാണിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, ഖുർആൻ എടുത്തോണ്ട് വരുന്ന രംഗം കാരണം ഇങ്ങനെ തട്ടുക. ഖുർആൻ എടുത്തുകൊണ്ട് വരുമ്പോ ഇങ്ങനെ തട്ടുന്നുണ്ട്. പടച്ചോൻ എന്റെ കയ്യെ കൊണ്ടു. ഞാനത് തുറന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഉറുമ്പ് ഇങ്ങനെ മണ്ണ് വെക്കൂലേ, ഉറുമ്പ് ഇങ്ങനെ ഖുർആൻ മണ്ണ് അതിനകത്ത്. സുബ്ഹാനല്ലാഹ്, നാലിച്ചോയ്ക്ക് അതിന്റെ സൈഡ് മുഴുവനും പോയി തിന്നിട്ട്. അള്ളാന്റെ ഖുർആനിന്റെ അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ വീടിനകത്തിരുന്നിട്ട് നിന്നെ ശപിച്ച നീ എങ്ങനെ രക്ഷപ്പെടും? അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തൂ. ഇടുക്കം നിന്നെ എടാ, ഭക്ഷണമില്ല, ദാരിദ്ര്യം, പ്രയാസം, രോഗം, അല്ലാഹുവേ മനസ്സമാധാനമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ല പ്രയാസപ്പെടുത്തും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന സഹാബത്ത് കാണാൻ പോയി. സഹാബത്ത് കാണാൻ പോയിട്ട് പാവപ്പെട്ടവനായ ഇബ്നു മസ്ഊദ് തങ്ങള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് കുറച്ചു പൈസ സ്വരൂപിച്ചു കൊണ്ടുപോയിട്ട് മഹാനവറുകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സ്വീകരിക്കണം, മക്കളൊക്കെ വളർന്നു വരുവല്ലേ, കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാ ഇന്ന. പടച്ചവനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ട ഉസ്മാനെ, എന്റെ മക്കളുടെ കാര്യം ഓർത്തിട്ട് നീ സങ്കടപ്പെടണ്ട, എന്റെ പെൺമക്കളുടെ വിവാഹത്തിന്റെ കാര്യം ഓർത്തിട്ട് നീ സങ്കടപ്പെടണ്ട, എന്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഏത് വീടിനകത്താണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത്, ആ വീട്ടിൽ അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, എന്റെ പെമ്മക്കൾ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. ആ മക്കളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്കൊരു പേടിയുമില്ല. എന്റെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. കാരണം സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ വാഖിഅ എന്റെ വീടിനകത്ത് ഓതുന്നുണ്ട്. നമ്മുടെ വീടിനകത്തോ ഈ അടുത്തൊരു ചെറുപ്പക്കാരന്റെ കടയിൽ പോയി, ഉസ്താദെ കച്ചവടമൊന്നുമില്ല, വലിയ നഷ്ടത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ യാസീൻ ഓതണം കേട്ടോ. ഓതാറുണ്ട് ഉസ്താദെ, എല്ലാ ദിവസവും കട തുറന്നുടനെ യാസീൻ ഓതാറുണ്ട്. ഞാൻ ചോദിച്ചു, ആര് ഓതാറുണ്ട്? മൊബൈൽ ഓതാറുണ്ട് ഉസ്താദെ. അവന്റെ മൊബൈൽ കടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പടച്ചോനെ ഓണാക്കി വെക്കുക, മൊബൈൽ അങ്ങ് ഓണാക്കി വെക്കും, മൊബൈൽ യാസീൻ ഓതുന്നുണ്ട്. അപ്പൊ മൊബൈലിന് വർക്കത്തിട്ടു, ഓന് വർക്കത്തിട്ടുന്ന കാര്യം എങ്ങനെ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും, ഖുർആൻ നിസ്സാരമല്ല സഹോദര, അത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. അള്ളാഹുടെ കലാമ്, അള്ളാഹുവിന്റെ കലാമിനെ ആദരിക്കണം, ബഹുമാനിക്കണം. നിന്റെ ചെവി കയറാത്ത അബൂജഹല്, ഉത്തുബത്ത്, ഷൈബത്ത്, ഇവരൊക്കെ ആരാ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാ. ഇവര് പകല് മുഴുവനും പറയും, മുഹമ്മദ് പറയുന്നത് കേൾക്കരുത്, മുഹമ്മദ് ഓതുന്നത് കേൾക്കരുത്, ചെവിയിൽ കൈയിട്ടിട്ട് നടക്കണമെന്ന്. എന്നാൽ ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ ഭാഗത്ത് ഇവര് 3 പേര് ഒളിച്ചിരിക്കുകയാണ്. ഇവര് 3 പേരും പതുങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവരിങ്ങനെ എഴുന്നേറ്റ് പോകുമ്പം എല്ലാരും കണ്ടു, എന്താ ഇവിടെ വന്നത്? ഈ മുഹമ്മദ് ഓതുന്നത് കേൾക്കാൻ എന്ത് രസമാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ അത് കേൾക്കാൻ വേണ്ടി വന്നതാ. ഇവന്മാരാ പകല് കേൾക്കരുതെന്ന് പറയണേ.
അപ്പൊ ചോദിച്ചു, നമ്മളല്ലേ നാട്ടുകാരോട് ഇത് കേൾക്കരുതെന്ന് പറയുന്നത്, അതുകൊണ്ട് ശരിയല്ല, ഇനി ആരും വരരുത് കേട്ടോ. പിരിഞ്ഞുപോയി. പിറ്റേ ദിവസവും വന്നു. നിങ്ങൾ ചിന്തിക്ക്, അബൂജഹൽ പോലും ഖുർആൻ കേൾക്കുമായിരുന്നു. നമ്മളോ അബൂജഹൽ പോലും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വരും. നമ്മൾ മുസ്ലിമീങ്ങൾ, നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.